സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എല്ലാ കാലത്തും സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് രഞ്ജിത്ത് എത്തിയത് മുതൽ വിവാദങ്ങളും ഒപ്പമുണ്ടായിരുന്നു. ചലച്ചിത്രമേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സംവിധായകൻ ഡോക്ടർ ബിജുവിനെതിരായ അധിക്ഷേപ പരാമർശം, സംസ്ഥാന സിനിമാ അവാർഡ് നിർണയത്തിലെ ഇടപെടൽ തുടങ്ങിയവയെല്ലാം വലിയ വിവാദങ്ങൾക്ക് കാരണമായി. അക്കാദമിയുടെ തലപ്പത്തെത്തിയത് മുതൽ ഇങ്ങോട്ട് രഞ്ജിത്തുമായുണ്ടായ ആരോപണങ്ങളിലും വിവാദങ്ങളിലും സംരക്ഷണ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് ചലച്ചിത്ര അക്കാദമിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും കത്ത് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. 2023 സിനിമാ അവാർഡ് നിർണയത്തിൽ രഞ്ജിത്ത് അനധികൃതമായി ഇടപെട്ടെന്ന സംവിധായകൻ വിനയന്റെ ആരോപണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളായിരുന്നു ചലച്ചിത്ര അക്കാദമി അംഗങ്ങളും രഞ്ജിത്തും തമ്മിലുള്ള പ്രശ്നങ്ങൾ മറനീക്കി പുറത്തെത്തിച്ചത്. മുനിസിപ്പലിനെ വിളിച്ച് പറഞ്ഞപ്പം ഇത് ബഹുമാനപ്പെട്ട മന്ത്രി കേൾക്കണം. അദ്ദേഹം പറഞ്ഞു, വിളിച്ചിരുന്നു, ഇങ്ങനൊരു പരാതി പറഞ്ഞു, ഇടപെടലുണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഇടപെട്ട് ശരിയാക്കാം, നിങ്ങളുടെ വഴിക്ക് പൊക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. ഫോൺ വെച്ചു എന്ന് താങ്കളുടെ PS പറഞ്ഞിരിക്കുന്നു. ഇത് നിഷേധിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇടപെട്ടു എന്നാണ്. വിനയന്റെ വാദം 2 ജൂറി അംഗങ്ങൾ തന്നെ ശരിവച്ചിരുന്നു. വിനയൻ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി നൽകി. എന്നാൽ നടപടിയെടുത്താൽ അത് മുഴുവൻ പുരസ്കാരങ്ങളെയും സംശയനിഴലിലാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ രഞ്ജിത്തിനെ സംരക്ഷിച്ചു. KSFDCയിൽ നിന്നും രാജിവെച്ച സംവിധായകൻ ഡോക്ടർ ബിജുവിനെതിരെ രഞ്ജിത്ത് നടത്തിയ പരാമർശങ്ങളിലും പ്രതിഷേധമുയർന്നെങ്കിലും വിശദീകരണം ചോദിക്കലിനപ്പുറത്തേക്ക് യാതൊരു നടപടിയും നേരിടേണ്ടി വന്നില്ല. രഞ്ജിത്ത് നേതൃത്വം നൽകിയ 2 IFFKയിലും കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. 2023 IFFK സമാപന വേദിയിൽ കൂവലോടെയാണ് കാണികൾ രഞ്ജിത്തിനെ വരവേറ്റത്. ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളായിരുന്നു അതിന് കാരണം. ചലച്ചിത്രമേളയുടെ സമാപന വേദിയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. ഡെലിഗേറ്റുകൾക്ക് സിനിമ കാണാൻ അവസരം നിഷേധിക്കപ്പെട്ടതും പിന്നാലെ അവരെ നായ്ക്കളോട് ഉപമിച്ച് രഞ്ജിത്ത് നടത്തിയ പ്രസ്താവനയുമായിരുന്നു വിവാദമായത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.